ഹലോ, രാവിലെ എണീറ്റതേ ഒരു രസമില്ല. പേസ്റ്റ് മാറ്റി അച്ഛമ്മന്റെ പൽപ്പൊടി കൊണ്ടാണ് ഇന്ന് പല്ല് തേക്കുന്നത്. ഒന്നാമത് രാവിലെ നല്ല തലവേന, അതിന്റെ കൂടെ അച്ഛമ്മ വന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് എന്നെ ഉപദേശിക്കുക. രാവിലെ പല്ല് തേപ്പ് മാത്രമേ ഉള്ളൂ, കുളിയില്ല. ഞാൻ വായിച്ച ഒരു ബുക്കിൽ പറഞ്ഞിട്ട് മഹത് വ്യക്തികളൊന്നും രാവിലെ എണീറ്റ് ചിലപ്പോഴാണ് കുളിക്കുള്ളൂ എന്ന്. പല്ല് തേപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു അനിയൻ വന്നു. അപ്പൊ അവന്റെ വിവരങ്ങൾ ചോദിച്ചറിയാണ് അച്ഛമ്മ. അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിൽ കോഴിനെ കൊന്നിട്ട് നേരാക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ തലവേന ആയതുകൊണ്ട് കൂട്ടുകാരനെയും വിളിച്ചൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചായ കുടിച്ചാൽ രാവിലത്തെ തലവേന മാറും. അങ്ങനെ ചായ കുടിക്കുകയാണ്. മുമ്പൊക്കെ ഈ നായ എന്നെ കണ്ട ഓടി വരും. ഇപ്പൊ മൈൻഡ് കൂടി ചെയ്യുന്നില്ല. എന്താണാവപ്പാ? തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മന്റെ വിഷമം എന്നോട് പറയാ. അമ്മ ചിക്കൻ കറി വെച്ചതിൽ കുറച്ച് എരിവ് കൂടി എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എരിവ് കൂട്ടി വെച്ചെന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോയി കിടക്കുകയാണ് ഇത്ര കഴിക്കാണ്ട്. അച്ഛനൊന്നും ഇതൊന്നും മൈൻഡ് കൂടി ചെയ്യാണ്ട് നല്ലൊരു ഉറക്കമാണ്. അമ്മന്റെ ദേഷ്യം എന്നോടോ അടുക്കളയിൽ പാത്രങ്ങളോടാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛമ്മന്റെ പണക്കം എല്ലാവരും കാണിക്കാൻ വേണ്ടി വീട്ടിന് മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വീട്ടിന് മുറ്റത്ത് നിറയെ കാറ്റത്ത് ചപ്പ് വന്നതുകൊണ്ട് അച്ഛമ്മൻ അവിടെ നിന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ മുറ്റം അടിച്ച് ക്ലീൻ ആക്കുകയാണ്. അങ്ങനെ മുറ്റം ഞാൻ അടിച്ച് ക്ലീൻ ആക്കി ഇപ്പോൾ വണ്ടിയും കൂടെ കഴുകി ക്ലീൻ ആക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് പുറത്തൊരു ആവശ്യത്തിന് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ വെച്ച ചിക്കൻ കറിനെ കുറ്റം പറഞ്ഞ അച്ഛമ്മ ചിക്കൻ കറിയും കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യാ, പ്രായമായില്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ശേഷം മിണ്ടാണ്ട് കുറച്ച് ബെല്ലവും തെങ്ങും കഴിച്ച് ഞാൻ മിണ്ടാണ്ട് റൂമിൽ കയറിയിട്ട് ബുക്ക് വായിക്കാൻ എടുക്കുകയാണ്. ഈ ബുക്കിൽ ഈ ഡയലോഗ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പോയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല, ഇനിയുള്ളത് നമുക്ക് അടിപൊളിയാക്കാം. ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ കാണണം. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.